ഏത് പാതാളത്തിൽ പോയാലും വേണ്ടില്ല, അവിടെ നിന്നും ധനം സമാഹരിച്ചു കൊണ്ടുവരണം. ഇതാണ് വേദവാണിയുടെ കാഴ്ചപ്പാട്. ഐശ്വര്യങ്ങളെ നേടിയെടുത്തേ പറ്റൂ. അതിനാണ് ഈ ജന്മം. അത് ഭൗതികമായ ഐശ്വര്യമാകട്ടെ, അതിന്റെ പൂർണ്ണതയിൽ ആധ്യാത്മികമായ ഐശ്വര്യമാകട്ടെ, രണ്ടും ഒരുപോലെ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ വേദവാണി എവിടെ നിന്നാണ് ധനത്തെ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നത്? ഒരു ആജ്ഞയാണ്, നിർദ്ദേശമാണ് വേദവാണിയുടെ, ഋഗ്വേദത്തിലെ. നമുക്കൊന്ന് കേൾക്കാം. രയിം ചന ആ പവസ്വാ സമുദ്രാത്, രയിം ചന ആ പവസ്വാ സമുദ്രാത്. ഹേ സോമ, ഞങ്ങൾക്ക് സമുദ്രത്തിൽ നിന്നും ധനത്തെ നേടിത്തന്നാലും. ഹേ സോമ, ദേവ, ഞങ്ങൾക്ക് സമുദ്രത്തിൽ നിന്നും ധനത്തെ നേടിത്തന്നാളും. മനസ്സിലായല്ലോ? അപ്പോ രത്നഗർഭയാണ് സമുദ്രം. ഏതൊക്കെ തരത്തിൽ സമുദ്രത്തിൽ നിന്നും നമുക്ക് ധനത്തെ നേടിയെടുക്കാം ഇന്ന് ലോകം സാക്ഷിയാണ്, അല്ലേ? അത് ആഴക്കടൽ ഖനനം മാത്രമൊന്നുമല്ലല്ലോ. എന്തൊക്കെ വഴികളുണ്ട് സമുദ്രത്തിൽ ധനം ഉണ്ടാക്കാനുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് മനനം ചെയ്ത് സമുദ്രത്തിൽ നിന്നും ധനത്തെ നേടിയെടുക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോ ഏറ്റവും സാമാന്യമായി പറയുകയാണെങ്കിൽ സമുദ്രത്തിൽ ഗവേഷണം നടത്തുന്ന ആളുകൾക്കും സമുദ്രയാനത്തിലൂടെ അല്ലെങ്കിൽ സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് കച്ചവടം നടത്തുന്ന കച്ചവടക്കാർക്കും എല്ലാവർക്കും എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു മന്ത്രമാണ്. അല്ലെങ്കിൽ പുതിയ അതായത് സാധ്യതകളുടെ പുതിയ മേഖലകൾ തുറന്നു കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? അവർക്കും വേണ്ട പ്രാർത്ഥനകളാണ്. അഥവാ ഉത്സാഹബുദ്ധിയുള്ളവർക്കുള്ള പ്രാർത്ഥനയാണെന്നർത്ഥം, മൂഢന്മാർക്കുള്ളതല്ല. അതുകൊണ്ട് സമുദ്രം എന്ന് പറയുന്നത് കലവറയാണ്, നമ്മുടെ കൺമുൻപിലുള്ള കലവറകളാണ്, നാം ഇതുവരെ സ്പർശിച്ചിട്ടില്ലാത്ത കലവറയാണ്. ആ കലവറയിൽ നിന്നും മുത്തും പവിഴവും രത്നവും വാരിയെടുക്കാം. എടുത്തിട്ടെന്തിന് എന്ന ചോദ്യം രണ്ടാമതാണ് വരുന്നത്. അത് തീർച്ചയായും അതിന് വേദവാണി കൃത്യമായ ഉത്തരവുണ്ട്. അത് മറ്റൊരവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും സമുദ്രത്തിൽ നിന്നും ധനത്തെ നേടിയെടുക്കുവാനുള്ള ആഹ്വാനം നമുക്കും സ്വീകരിക്കാം. വേദവാണിയുടെ ആജ്ഞയാണ്. എല്ലാവർക്കും നമസ്കാരം.